ഹലോ ഗൈസ്, നമ്മൾ പാല്, ബിസ്ക്കറ്റ്, കോഴിമുട്ട, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഓയിൽ ഇതൊക്കെ ചേർത്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അത് ശരിയാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ലാസ്റ്റ് കാണാം. തൽക്കാലം നമ്മളിൽ കേക്കിൻ്റെ ടിനൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ റൈസ് കുക്കറിൻ്റെ പാത്രത്തിൽ നമുക്ക് കുറച്ച് ആദ്യം ഓയിൽ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ പാത്രമുള്ള ആൾക്കാരെ എടുത്തോ, ശരിയാവുമെങ്കിൽ മാത്രം ഇട്ടാൽ മതിട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയില്ലേ, അത് നമ്മൾ ഈ നെയ്യ് തേച്ച് കൊടുത്തിട്ടുള്ള പാത്രത്തേക്കാണ്ട് ഒഴിക്കുക. ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഒഴിച്ചേക്കണം. ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആ പാത്രം നിലത്തിട്ടിട്ട് ഇങ്ങനെ 2 കൊട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ അത് ഓവനിക്ക് വെക്കുക. അതില്ലാത്തവർ നമ്മൾ ആവി കയറ്റൂലേ, അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുക്കാക്കി വന്നതിന് ശേഷം ശരിയായല്ലോ എന്ന് പറയാം. അല്ല, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അങ്ങനല്ലേ. അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞ് ഇനി നമ്മളെ കേക്കിനെ കൊട്ടി വെക്കാം. ചിലരുടെ റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. എൻ്റെ റെഡി ആയില്ല. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ റെഡി ആയില്ല, അതിന് നമുക്ക് കുഴപ്പമില്ല.